ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് കടുംപുട്ടാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായി തിളച്ച് വരുമ്പം നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ടിട്ട് ഇളക്കി കൊടുക്കണം. പച്ചരി തരിതരിയായി പൊടിച്ചെടുത്തതാണ് ഇത്. ഇതിന് പകരം നമുക്ക് കടുംപുട്ടിൻ്റെ പാക്കറ്റ് പൊടി വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഈ ഒരു പാകത്തിലാകുമ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കി ആവിയിൽ വേവിച്ചെടുക്കാം. ചൂടോടുകൂടി ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്ക് കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് അതിൽ ഇടയ്ക്കൊന്ന് മുക്കി കൊടുത്താൽ മതി കൈ. അപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുകയില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കടുംപുട്ട് വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. കടുംപുട്ട് ഇപ്പോൾ ഇറങ്ങി ഓടും തോന്നുന്നു. ഉരുണ്ടുരുണ്ട് പോകുന്നുണ്ടോ? ഇത് കർണാടകയിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. നമ്മൾ പുട്ടും പിടിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെ നമ്മുടെ അടിപൊളി കടുംപുട്ടും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. കടുംപുട്ട് കഴിച്ചാലോ? ഇതെന്താ എനിക്കറിയില്ല. കർണാടക പോയപ്പോൾ തിന്നതാ. വേണ്ടേ? പോയോ? ഇങ്ങോട്ടോ. കടുംപുട്ട് കണ്ടത് അമ്പാടി ഓടി. നല്ല രസമുണ്ട്. ഇതിനും കൂടി വരാവോ? കടുംപുട്ടായിരിക്കുന്നു. രസമുണ്ട്. നോക്കട്ടെ രസമുണ്ടോന്ന്. എങ്ങനെയുണ്ട്? അമ്പാടിക്കോട്ടൻ ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് കഴിച്ചു. അത് കഴിഞ്ഞതേ ഇരുന്ന് പന്ത് കളിക്കുന്നുണ്ട്. കടുകടായിരിക്കുന്നു എന്ന് പറഞ്ഞത് തരി തരിയായിട്ടിരിക്കുന്നു എന്നാണ് തോന്നുന്നു കേട്ടോ. നല്ല തരിതരിപ്പായിരിക്കും. ഇത് റവയൊക്കെ പോലെ